Okay, good morning, dears. All of you mark your attendance. Mark attendance. Okay, mark your attendance. All of you mute yourself. Mute ചെയ്യല്ലേ മക്കളെ ആവശ്യമില്ലാതെ നിങ്ങൾക്കായിട്ട് ഓപ്ഷൻ തന്നെ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഹോംവർക്ക് ചെയ്യാത്തവരുണ്ടോ ഇനി ഈ ക്ലാസ്സിൽ? ഒന്ന് കൈപൊക്കിയാൽ മതി. ചെയ്യാത്തവര്, ചെയ്തവരെ അല്ല ഞാൻ ചോദിച്ചത്, ചെയ്യാത്തവര്. ചെയ്തവരെ പറയണ്ട, ചെയ്യാത്തവർ എത്ര പേരുണ്ട്? ആ മഹാന്മാരെ ഒന്ന് നോക്കാലോ നമുക്ക്, മഹതികളെയും. ആരൊക്കെ ചെയ്യാത്ത കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഹോംവർക്ക്? എന്തൊരു ഭംഗിയില കൈ കാണിച്ചു നോക്കിയേ. ടോഷിൻ, നെക്സ്റ്റ് ടോഷിനല്ല, ക്രിസ്റ്റി ലിബിൻ, അലൻ തോമസ്, പിന്നെ ആരാ? മാളവിക കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ലേ മോളെ? അതെ അല്ലേ? ഓക്കെ, എന്നാ കുഴപ്പമില്ല, അറിയില്ലല്ലോ. മുഹമ്മദ് സിനാൻ ഉണ്ടായിരുന്നു. എന്താ ചെയ്യാതിരുന്നത്? ക്ലാസ് ഉണ്ടായിരുന്നില്ല. ആര്? ഋഷികേശ്. ക്രിസ്റ്റി ലിബിൻ ഉണ്ടായിരുന്നോ? ക്രിസ്റ്റി ലിബിൻ കഴിഞ്ഞ ക്ലാസ്സില്? അതുകൊണ്ടാണ്. ഇനി ക്ലാസ്സിൽ കയറാതെ ഒരു ഇത് പറയണ്ട കേട്ടോ. പറ്റുന്നത്ര നിങ്ങൾ കയറുക, പിന്നെ പനി ആയാലും നമുക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ആ ചെയ്തവര് എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, മിസ്സിന് അതൊന്ന് പോസ്റ്റ് ചെയ്ത് തരണം. അതിന്റെ ഫോട്ടോ സെൻഡ് ചെയ്ത് തരണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പുതിയ ലെസൺ ആണ് അല്ലെ? എന്താ പേര്? ഇന്നത്തെ ഹോംവർക്ക് ചെയ്ത എല്ലാവരും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. ചെയ്യാത്തവരില്ലേ, ചെയ്യുന്നവരെ മാത്രം. അപ്പൊ ഗുരു പകർന്ന വെളിച്ചം എന്നാണ് നമ്മുടെ ലെസന്റെ പേര്. ഗുരു. ആരാ ഈ ഗുരു മക്കളെ? ഗുരു എന്ന് പറഞ്ഞ ആരാ? അധ്യാപകൻ. അതായത് അധ്യാപകൻ എന്ന് പറഞ്ഞ ആരാണെന്ന് അറിയാം? ഗുരു എന്ന് പറഞ്ഞ അധ്യാപകനാണ്. അധ്യാപകൻ എന്ന് പറഞ്ഞ ആരാ? നമുക്ക് എന്ത് പറഞ്ഞു തരുന്ന ആളാ? അതെ, ടീച്ചർ. ഓക്കെ, അത് അറിവ് പകർന്നു തരുന്ന ആളാണ് അധ്യാപകൻ അല്ലെങ്കിൽ ടീച്ചർ അല്ലെ? നമുക്ക് വിദ്യ പറഞ്ഞു തരുന്ന ആൾ, അറിവ് പറഞ്ഞു തരുന്ന ആളാണ് ഗുരു അല്ലെ? അപ്പോ അങ്ങനെയുള്ള ഗുരു പകർന്നു തന്ന വെളിച്ചം എന്ന ഒരു ലെസൺ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ആരൊക്കെ കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ആരാ? ഡോക്ടർ APJ അബ്ദുൽ കലാം അല്ലേ? ആരായിരുന്നു APJ അബ്ദുൽ കലാം? നമ്മുടെ പ്രസിഡന്റ്. ഇന്ത്യയുടെ 14ാമത്തെ പ്രസിഡന്റ്. നെക്സ്റ്റ്, അപ്പൊ അതറിയാം. പേജ് നമ്പർ 62. All of you take പേജ് നമ്പർ 62. 62ാമത്തെ പേജാണ് നമ്മൾ പഠിക്കുന്നത്. പാഠം 14, ഗുരു പകർന്ന വെളിച്ചം. ഗുരു എന്ന് പറഞ്ഞ അധ്യാപകൻ, അതായത് വിദ്യ പറഞ്ഞു തരുന്ന ആൾ അല്ലെ? അറിവ് പകർന്നു തരുന്ന ആൾ. അപ്പൊ ഗുരു ശിഷ്യ ബന്ധത്തിന് നമ്മുടെ സമൂഹ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അല്ലെ? അപ്പൊ നിങ്ങളെ ചെറിയ മക്കളിലൊക്കെ മുളപൊട്ടുന്ന ജീവിത അഭിലാഷങ്ങളെ കണ്ടെത്തി അവ വളർത്തിയെടുക്കാനാണ് ആര്? സാധാരണ യഥാർത്ഥ അധ്യാപകർ ശ്രമിക്കുക അല്ലെ? നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ, അതായത് കുഞ്ഞുമക്കളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. അത് കണ്ടെത്തി എന്ത് ചെയ്യണം? അത് വളരുന്നതിന് ആവശ്യമായ ആന്തരിക പ്രചോദനം കൊടുക്കുന്നവരായിരിക്കണം ശരിക്കുള്ള അധ്യാപകർ, യഥാർത്ഥ അധ്യാപകർ അല്ലേ? അതാണ് അധ്യാപകർ അതാണ് ഒരു ശിഷ്യ ബന്ധത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞത് അല്ലെ? അപ്പോ ഇവിടെ പറഞ്ഞ പ്രതിഭകൾക്ക് നൽകുന്ന ഇത്തരം പ്രചോദനങ്ങള് രാഷ്ട്രത്തിന് തന്നെ അത് മുതൽക്കൂട്ടായി മാറും അല്ലെ? നിങ്ങൾ നാളത്തെ ഭാവിയിലെ ആരൊക്കെ ആവാം ചിലപ്പം അല്ലെ? ഭാവിയിലെ രാഷ്ട്രപതിയോ കളക്ടറോ ഡോക്ടറോ ഒക്കെ ആവേണ്ടവരാണല്ലേ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ കുട്ടികളൊക്കെ വലിയ വലിയ എത്തേണ്ടവരാണ്. അപ്പോ അതിനു വേണ്ടുന്ന കുട്ടികളിൽ ഉണ്ടാവുന്ന ഏത് തരത്തിലുള്ള കഴിവാണെന്ന് കണ്ടെത്തി അവരെ വളരുന്നതിന് ആ കഴിവ് വളർത്തിയെടുക്കാന് കണ്ടെത്തിയിട്ട് വളർത്തിയെടുക്കുന്നവരാണ് ശരിക്കുള്ള അധ്യാപകന്മാർ അല്ലെ? അതാണ്
നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു കഥയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇവിടെ എന്താ പറഞ്ഞു നോക്കിയേ, ഈ കഥയിൽ എന്താ പറഞ്ഞേ? കടൽ തീരത്ത് അധ്യാപകനുമൊപ്പം എത്തിയ കുട്ടികൾ ഓടിക്കളിക്കുന്നതിനിടയിൽ കണ്ട ഒരു പക്ഷിയുടെ ചിറകടിയും പിന്നെ എന്താ പറഞ്ഞേ, ചലനങ്ങളും അവിടെ വെച്ച് അധ്യാപകൻ നൽകിയ ക്ലാസ്സുമാണ് ഇതിൽ പറയുന്നത് അല്ലെ? ആണോ? അങ്ങനെയാണ് കഥ വായിച്ചവർക്കറിയാം. അപ്പൊ ആദ്യം മിസ് അതൊന്ന് വായിക്കാം, അതിനുശേഷം നമുക്ക് പറയാം അല്ലെ. ഗുരു പകർന്ന വെളിച്ചം. ഭാവിയിൽ നിങ്ങൾക്ക് ആരായി തീരണം? ക്ലാസ് അധ്യാപകന്റെ ചോദ്യം കേട്ട് ഞങ്ങളൊന്ന് പകച്ചു. ആലോചിച്ചു പറഞ്ഞാൽ മതി. അദ്ദേഹം ഞങ്ങളെ സമാധാനിപ്പിച്ചു. പക്ഷെ ഞങ്ങൾ ആലോചിക്കുമ്പോഴേക്കും ബെല്ലടിച്ചു കഴിഞ്ഞിരുന്നു അല്ലെ. എന്താ പറഞ്ഞത് അവിടെ തന്നെ? ആദ്യം തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് ആരായി തീരണം? ക്ലാസ് അധ്യാപകന്റെ ചോദ്യം കേട്ട് ഞങ്ങളൊന്ന് പകച്ചു. പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോ എന്ത് ചെയ്തു? ഞങ്ങളൊന്ന് പകച്ചു. ആലോചിച്ചു പറഞ്ഞാൽ മതി. അദ്ദേഹം ഞങ്ങളെ സമാധാനിപ്പിച്ചു. പക്ഷെ ഞങ്ങൾ ആലോചിക്കുമ്പോഴേക്കും ബെല്ലടിച്ചു അല്ലെ. ആ പീരീഡ് അങ്ങ് കഴിഞ്ഞു. അടുത്ത പീരീഡ് സയൻസ് ആണ്. ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്ന പീരീഡ്. ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ അധ്യാപകനെ കാത്തിരുന്നു. അന്ന് രാമേശ്വരം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് 13 വയസ്സാണ് പ്രായം. ഇവിടെ ഒരു കഥ ഒരാൾ എഴുതുന്ന രീതിയിൽ, പറയുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. ഒരു പുഞ്ചിരിയോടെ ശിവസുബ്രഹ്മണ്യർ സാർ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ പൂത്തിരികൾ. എല്ലാവരും എഴുന്നേറ്റിരുന്നു. ഞങ്ങൾ മുന്നോട്ടാഞ്ഞിരുന്നു. എല്ലാവരുടെയും മുഖത്ത് നോക്കി അയ്യർ സാർ ഒരിക്കൽ കൂടി പുഞ്ചിരിച്ചു. അദ്ദേഹം അന്നത്തെ ക്ലാസ് ആരംഭിച്ചത് ഒരു ചോദ്യത്തോടു കൂടിയായി. കുട്ടികളെ, നിങ്ങൾ ആകാശത്തു കൂടി പക്ഷികൾ പറക്കുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു. ശരി, എങ്കിൽ ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം പറയൂ. ഒരു ഭാഗത്തേക്ക് പറന്നു പോകുന്ന പക്ഷികൾ ദിശ മാറ്റി പറക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി. ഒരു ഭാഗത്ത് പോകുന്ന സൈക്കിൾ വളയ്ക്കണമെങ്കിൽ ഹാൻഡിൽ പിടിച്ച് തിരിച്ചാൽ മതി. കാറോ ബസ്സോ ആണെങ്കിൽ സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി. എന്നാൽ പക്ഷികൾ എങ്ങനെ ദിശ മാറ്റി പറക്കും? ആർക്കും ഉത്തരമില്ലായിരുന്നു. ശിവസുബ്രഹ്മണ്യർ സാർ ഉടനെ ഒരു ചോക്കെടുത്ത് ബോർഡിനടുത്തേക്ക് പോകും. അദ്ദേഹം ബോർഡിൽ ഒരു പക്ഷിയുടെ ചിത്രം വരച്ചു. ഞങ്ങൾ കൗതുകത്തോടെ അത് നോക്കി നിന്നു. ചിത്രത്തിലെ പക്ഷിയുടെ ചിറകുകൾ, വാൽ, ഉടൽ എന്നിവ അദ്ദേഹം തൊട്ടു കാണിച്ചു തന്നു. അതിനുശേഷം പക്ഷികൾ എങ്ങനെയാണ് ദിശ മാറ്റുന്നത് എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. പക്ഷെ ആർക്കും അത് മനസ്സിലായില്ല. അയ്യർ സാർ അതുകൊണ്ടൊന്നും നിരാശനായില്ല. അദ്ദേഹം ഞങ്ങളെ കടപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടികൾ പൂഴിയിൽ ഓടിക്കളിക്കാൻ തുടങ്ങി. ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ പക്ഷികൾ ദിശ മാറുന്നത് നോക്കൂ. ദിശ മാറുമ്പോൾ വാല് ചലിക്കുന്നതും അതിനൊപ്പം ചിറകടിക്കുന്നതും. ഞങ്ങൾ ശ്രദ്ധയോടെ നോക്കി നിന്നു. പക്ഷികൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് പറക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. റോക്കറ്റുകളും വിമാനങ്ങളും ഇങ്ങനെയാണല്ലോ പറക്കുക എന്ന് ഞാൻ ഓർമ്മിച്ചു. ഭാവിയിൽ ആരായി തീരണം എന്ന ക്ലാസ് അധ്യാപകന്റെ ചോദ്യം എനിക്ക് ഓർമ്മ വന്നു. ശിവസുബ്രഹ്മണ്യ സാറിന്റെ മുഖത്തേക്ക് ഞാൻ അല്പനേരം നോക്കി നിന്നു. എന്റെ ഗുരുനാഥൻ എനിക്ക് വഴി കാണിച്ചു തന്നിരിക്കുന്നു. വലുതാകുമ്പോൾ എനിക്ക് റോക്കറ്റുകൾ ഉണ്ടാക്കുന്ന എഞ്ചിനീയർ ആയി തീരണം ഞാൻ മനസ്സിലുറപ്പിച്ചു. കടൽക്കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകളെ ഇടത് കൈ കൊണ്ട് ഒതുക്കി വെക്കുകയായിരുന്നു എന്റെ ഗുരുനാഥൻ. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇരു കൈകളും കൊണ്ട് ഗുരുവിന്റെ വലത് കൈ പിടിച്ചു. അദ്ദേഹം സ്നേഹത്തോടെ എന്നെ ആശ്ലേഷിച്ചു. അങ്ങനെ കടൽ തീരത്തെ ആ മനോഹരമായ ക്ലാസ് എന്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചുവിട്ടു. ഇതിന് താഴെ എന്താ പറഞ്ഞേ? ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്ന മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം തന്റെ സ്കൂൾ പഠനകാലം ഓർക്കുന്നു. അതാണ് പറഞ്ഞത്. അപ്പോ APJ അബ്ദുൽ കലാം എഴുതി കുറിപ്പായതല്ലേ. അപ്പോ ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നാണ് അദ്ദേഹത്തെ, മുൻ രാഷ്ട്രപതിയായ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അല്ലെ. ഇന്ത്യയുടെ റോക്കറ്റ് മാൻ അല്ലെ. അപ്പൊ APJ അബ്ദുൽ കലാം തന്റെ സ്കൂൾ പഠനകാലം ഓർക്കുന്നതായിട്ടാണ് ഈ ഒരു കഥ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഈ കഥ ഇപ്പൊ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ മനസ്സിലായേ? എന്തൊക്കെയാ മനസ്സിലായി? വായിക്കുന്നത് കേട്ടോ എല്ലാവരും? എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? രാഷ്ട്രപതിയായ നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ക്ലാസ്സിലേക്കാണ് അന്ന് ആ ക്ലാസ് അധ്യാപകൻ കയറുന്നത് അല്ലെ. പെട്ടെന്നുള്ള ചോദ്യം എന്തായിരുന്നു? നിങ്ങൾക്ക് ആരായി തീരണം എന്നത് അല്ലെ. അപ്പൊ പെട്ടെന്നുള്ള ചോദ്യത്തിന് കുട്ടികൾക്കൊന്നും ഒന്നും പറയാൻ പറ്റില്ല അല്ലെ. ഒരു മുൻകൂർ ധാരണയൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല.
അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ച് പറഞ്ഞാൽ മതി എന്ന അധ്യാപകന്റെ ഉത്തരം കേട്ടിട്ട് അവര് ആലോചിച്ച് പറയാൻ തീരുമാനിച്ചു. പക്ഷെ നെക്സ്റ്റ് ക്ലാസ് ഓക്കെ, പേജ് നമ്പർ 62 നമ്മൾ പുതിയൊരു ലെസണാണ് ഇന്ന് പഠിക്കുന്നത്. ഗുരു പകർന്ന വെളിച്ചം. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് വായിച്ചു. ഓക്കെ, അപ്പൊ ഗുരു പകർന്ന വെളിച്ചം എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. അപ്പൊ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ സ്കൂൾ പഠനകാലം ഓർക്കുന്നതായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോ ഗുരു പകർന്ന വെളിച്ചം എന്ന ഈ കഥയിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ആ അധ്യാപകൻ, രണ്ടാമത് വന്ന ക്ലാസ്സിലത്തെ സയൻസ് അധ്യാപകൻ, എല്ലാവർക്കും പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു അദ്ദേഹം അല്ലെ. നിങ്ങൾക്കും ഉണ്ടാവും അങ്ങനെ പ്രിയപ്പെട്ട ഏതെങ്കിലും അധ്യാപകനോ അധ്യാപികയോ ഒക്കെ അല്ലെ? ഉണ്ടോ? ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചറിനോടോ നിങ്ങൾക്ക് പ്രത്യേക പ്രിയം ഉണ്ടാവും അല്ലെ? അതാ ജുവലിനുണ്ട് അല്ലെ. അങ്ങനെ പല കുട്ടികൾക്കും ഉണ്ടാവും അല്ലെ. ഞാൻ പ്രത്യേകിച്ച് ചോദിക്കുന്നില്ല മിസ്, കാരണം ഈ ഒരു ഇതിൽ പെട്ടത് കൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഓരോരാൾക്കും ഓരോ ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമുണ്ടാവും അല്ലെ. ചില ടീച്ചേഴ്സിന്റെ ക്ലാസ് പ്രത്യേക രസമുണ്ടാവും അല്ലെ. ചിലപ്പോൾ അത്ര നിങ്ങൾക്ക് തോന്നുന്നില്ല, ഇഷ്ടപ്പെടും. അപ്പോ ഇതിൽ അതാണ് പറയുന്നത്. ഫസ്റ്റ് എന്താ പറഞ്ഞേ? ഗുരു പകർന്ന വെളിച്ചം ഈ രസം നമുക്ക് നോക്കാം. ആദ്യത്തെ, അപ്പോ നമ്മുടെ ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്ന മുൻ രാഷ്ട്രപതിയാണ് ആര്? APJ അബ്ദുൽ കലാം. ഓക്കെ, നമ്മള് പഠിച്ചിട്ടുണ്ടോ നിങ്ങളത്? ഇല്ല അല്ലെ. അത് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ഭാവിയിൽ നിങ്ങൾക്ക് ആരായി തീരണം? ക്ലാസ് അധ്യാപകന്റെ ചോദ്യം കേട്ട് ഞങ്ങളൊക്കെ ആലോചിച്ചു പറഞ്ഞാൽ മതി. അദ്ദേഹം ഞങ്ങളെ സമാധാനിപ്പിച്ചു അല്ലെ. പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാനാവില്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആലോചിച്ചു പറഞ്ഞാൽ മതി എന്ന് ക്ലാസ് അധ്യാപകൻ പറഞ്ഞു. അതായത് ക്ലാസ് അധ്യാപകൻ പറഞ്ഞാലാ? ക്ലാസ് ടീച്ചർ അല്ലെ. ആദ്യമല്ല ആ ക്ലാസ് ടീച്ചർ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആലോചിച്ചു വായിപ്പിക്കാം. പക്ഷെ ഞങ്ങൾ ആലോചിക്കുമ്പോഴേക്കും ബെല്ലടിച്ചു കഴിഞ്ഞു അല്ലെ. നിങ്ങൾക്ക് ഒരു കൃത്യമായ, അവർക്കൊരു കൃത്യമായ ഉത്തരം പറയാനായില്ല അല്ലെ. അപ്പോഴേക്കന്നെ ബെല്ലടിച്ചു കഴിഞ്ഞു. പക്ഷെ നെക്സ്റ്റ് പീരീഡ് എന്തായിരുന്നു? അടുത്ത പീരീഡ് സയൻസ് ആണ്. ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്ന പീരീഡ്. എന്തുകൊണ്ടാണ് ഏറെ സന്തോഷിക്കുന്നത്? എന്താ പറഞ്ഞു നോക്കിയേ? ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് മീനിങ്? ആകാംക്ഷ. എന്താ മക്കളെ മീനിങ് ആകാംക്ഷ? ഉത്കണ്ഠയോടെ. ആകാംക്ഷയോടെ എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠയോടെ എന്നാണ് അർത്ഥം അല്ലെ. ആകാംക്ഷ. ഓക്കെ, വെരി ഗുഡ്. ആകാംക്ഷ എന്നുള്ളതിന്റെ മീനിങ് എന്താ? ഉത്കണ്ഠ അല്ലെ. ആകാംക്ഷയോടെ അധ്യാപകനെ കാത്തിരുന്നു. അന്ന് രാമേശ്വരം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഞാൻ. ആരായി ഞാൻ? APJ അബ്ദുൽ കലാം. അപ്പൊ അദ്ദേഹം നമ്മുടെ മുൻ രാഷ്ട്രപതിയായ അദ്ദേഹം അന്ന് എവിടെ പഠിക്കായിരുന്നു? രാമേശ്വരം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. എനിക്ക് 13 വയസ്സാണ് പ്രായം. അന്ന് നമ്മുടെ കലാമിന് 13 വയസ്സാണ് പ്രായം. ഒരു പുഞ്ചിരിയോടെ ശിവസുബ്രഹ്മണ്യൻ സർ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ മനസ്സിന്റെ ആഹ്ലാദത്തിന്റെ പൂർത്തികത. അപ്പൊ ഈ സയൻസ് അധ്യാപകൻ ആരായിരുന്നു മക്കളെ? എന്താ പേര്? ശിവസുബ്രഹ്മണ്യ അയ്യർ സർ അല്ലെ. അദ്ദേഹമായിരുന്നു സയൻസിന്റെ അധ്യാപകൻ. അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്തു? ആഹ്ലാദം. എന്താ ആഹ്ലാദം മീനിങ്? ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തി എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ പൂത്തിരി കത്തി. നല്ല സന്തോഷം ഉണ്ടായി അവർക്ക് അല്ലെ. അതാണ് പറഞ്ഞത്, ആഹ്ലാദത്തിന്റെ പൂത്തിരി. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾ മുന്നോട്ട് ആഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ മുന്നോട്ട് ആഞ്ഞിരുന്നു? നമുക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാതു കൂട്ടിച്ചിരിക്കും അല്ലെ. മുന്നോട്ട് ആഞ്ഞിരുന്നു.
അല്ലേ? അതാ പറഞ്ഞ മുന്നോട്ട് ആഞ്ഞിരുന്നു. അത് കേൾക്കാൻ വേണ്ടി ഇല്ല ഇഷ്ടത്തോടെ, അതായത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു ശിവസുബ്രഹ്മണ്യ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? മുന്നോട്ട് ആഞ്ഞിരുന്നു, ശ്രദ്ധിച്ചങ്ങിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ അലസമായിട്ടിരിക്കും അല്ലെ, ഒരു താല്പര്യമില്ലാത്ത പോലെ. അപ്പൊ അവർക്ക് താല്പര്യമില്ലാത്ത ക്ലാസ് ആണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള കുട്ടികളെ എങ്ങനെ ഇരിക്കണം ക്ലാസ്സിന്റെ ടൈമില്? അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലെ, നിങ്ങൾ നല്ല വൃത്തിയിൽ ഇരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ആ ക്ലാസ് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നാണ് അല്ലെ? അപ്പൊ ഇവിടെ മുന്നോട്ട് ആഞ്ഞിരുന്നു കുട്ടികൾ. എല്ലാവരുടെയും മുഖത്ത് നോക്കി ISR ഒരിക്കൽ കൂടി പുഞ്ചിരിച്ചു. അദ്ദേഹം അന്നത്തെ ക്ലാസ് ആരംഭിച്ചത് ഒരു ചോദ്യത്തോട് കൂടിയായിരുന്നു. എന്താ ചോദ്യം നോക്കിയേ? കുട്ടികളെ, നിങ്ങൾ ആകാശത്തു കൂടി പക്ഷികൾ പറക്കുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷികൾ പറക്കുന്നത്? എങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ പക്ഷികൾ പറക്കുന്നത്? ഒറ്റ ഒരു പക്ഷിയായിട്ടാണോ പറന്നു പോകുന്നത്? കൂട്ടം കൂടി ഒന്ന് പോകുന്നതിന്റെ ദിശയിലെ കൂട്ടായിട്ടായിരിക്കും അല്ലെ? വൈകുന്നേരങ്ങളിൽ എന്നെ പോകുന്നതാണ്. ഒരു വലിയൊരു കൂട്ടത്തോടെ ആയിരിക്കും അവര് പോവുക അല്ലെ? ശ്രദ്ധിക്കാറുണ്ടോ? ഓക്കെ. അതെ അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? അതെ അല്ലേ? അപ്പോ കണ്ടിട്ടുണ്ട്, എല്ലാവരും ഉച്ചത്തില് പറഞ്ഞു അല്ലെ? അതെ അല്ലേ? ശരി, എങ്കിൽ ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം പറയൂ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അടുത്തൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നത്, അതിന് നിങ്ങൾ ഉത്തരം പറയൂ എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഒരു ഭാഗത്തേക്ക് പറന്നു പോകുന്ന പക്ഷികൾ ദിശ മാറ്റി പറക്കുന്നത് എങ്ങനെയാണ്? അടുത്ത ചോദ്യം അല്ലെ? ഒരു ഭാഗത്തേക്ക് പോകുന്ന പക്ഷികള് ദിശ മാറ്റി പറക്കുന്നത് എങ്ങനെ? സാധാരണ ഒരു സൈക്കിളോ അല്ലെങ്കിൽ സൈക്കിൾ ആണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചാൽ അത് തിരിഞ്ഞു പോകും അല്ലെ? കാറോ മറ്റെന്തെങ്കിലും വണ്ടികളാണെങ്കിൽ എന്ത് ചെയ്യും? കാറോ ബസ്സോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റിയറിംഗിൽ തിരിച്ചാൽ ഓക്കെ. എന്നാൽ പക്ഷികൾ എങ്ങനെയാ ദിശ മാറ്റി പറക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് അടുത്ത് ചോദിച്ചത് അല്ലേ? അതെയോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി. ഒരു ഭാഗത്തേക്ക് പോകുന്ന സൈക്കിൾ വളയ്ക്കണമെങ്കിൽ ഹാൻഡിൽ പിടിച്ച് തിരിച്ചാൽ മതി. കാറോ ബസ്സോ ആണെങ്കിൽ സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി. എന്നാൽ പക്ഷികൾ എങ്ങനെ ദിശ മാറ്റി പറക്കും? ആർക്കും തന്നെ അവിടെ അതിന് ഉത്തരമില്ലായിരുന്നു അല്ലെ? അപ്പൊ അത് അവര് ശ്രദ്ധിച്ചില്ല എന്നാണ് അർത്ഥം. അപ്പൊ ശിവസുബ്രഹ്മണ്യ സർ ഉടനെ ഒരു ചോക്കെടുത്ത് ബോർഡിനടുത്തേക്ക് പോകും. എന്താ ചെയ്തേ നോക്കിയേ? അദ്ദേഹം ബോർഡിൽ ഒരു പക്ഷിയുടെ ചിത്രം വരച്ചു. ഞങ്ങൾ കൗതുകത്തോടെ അത് നോക്കി നിന്നു. ചിത്രത്തിലെ പക്ഷിയുടെ ചിറകുകൾ, വാൽ, ഉടൽ എന്നിവ അദ്ദേഹം തൊട്ട് കാണിച്ചു നോക്കി. ഓരോ ചിത്രം വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? അതിന്റെ ഓരോ ശരീരഭാഗങ്ങളും തൊട്ട് കാണിച്ചു കൊടുത്തു അല്ലെ? അതിനുശേഷം പക്ഷികൾ എങ്ങനെയാണ് ദിശ മാറ്റുന്നത് എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. എങ്ങനെയാ? പക്ഷെ ആർക്കും അത് മനസ്സിലായില്ല. ആദ്യം പറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? ആർക്കും അത് മനസ്സിലായില്ല. ISR അതുകൊണ്ടൊന്നും നിരാശനായില്ല അല്ലെ? ഒരു പ്രാവശ്യം പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ല, എന്നാലും ആ സാറിന് ദേഷ്യമോ നിരാശയോ ഒന്നും തോന്നിയില്ല. എന്ത് ചെയ്തു? അദ്ദേഹം മനസ്സിലാക്കി തരാൻ തന്നെയല്ല പുറപ്പാടിലായിരുന്നു അല്ലെ? അദ്ദേഹം ഞങ്ങളെ കടപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്ത് ചെയ്തു? കടപ്പുറത്തേക്ക് പോയാൽ എന്താ? പക്ഷികൾ ഇങ്ങനെ കൂട്ടം കൂടി പോകുന്നത് കാണാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്തു? നേരിട്ട് കാണിച്ചു തരാൻ വേണ്ടി അദ്ദേഹം കുട്ടികളെയും കൂട്ടി എന്ത് ചെയ്തു? കടപ്പുറത്തേക്ക് പോയി. കുട്ടികൾ പൂഴിയിൽ ഓടിക്കളിക്കാൻ തുടങ്ങി. ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ പക്ഷികൾ ദിശ മാറ്റുന്നത് നോക്കൂ. ദിശ മാറുമ്പോൾ വാല് ചരിക്കുന്നതും അതിനൊപ്പം ചിറകടിക്കുന്നതും അല്ലെ? വാല് ചരിക്കുന്നതും ചിറകടിക്കുന്നതും ശ്രദ്ധിക്കാൻ പറഞ്ഞു അല്ലെ? അങ്ങനെ അവർ ശ്രദ്ധിച്ചു. അതിന് ഇനി മീനിങ് എന്തെങ്കിലും പറയാനില്ല മക്കളെ? അപ്പൊ ഡയറിക്ക് എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ മക്കളെ. ആരോ ഒരാൾ അൺമ്യൂട്ട് ആണ് കേട്ടോ, ഒന്ന് മ്യൂട്ട് ചെയ്തേ. അപ്പൊ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ പക്ഷികൾ ദിശ മാറുന്നത് നോക്കൂ. ദിശ മാറുമ്പോൾ വാല് ചരിക്കുന്നതും അതിനൊപ്പം ചിറകടിക്കുന്നതും അല്ലെ? അത്ര വരെ നമ്മ പഠിച്ചാൽ മതി അല്ലെ? നെക്സ്റ്റ് ദിവസം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അപ്പൊ ആരെങ്കിലും ഒരാൾ എന്നത് വായിച്ചേ? എല്ലാവർക്കും താല്പര്യമുണ്ട് അല്ലെ വായിക്കാൻ?
ഓക്കെ. എന്നാ അമനി തുടങ്ങാം നമുക്ക്. ഗുരു പകർന്ന വെളിച്ചം. ശ്രദ്ധിക്കണം വായിക്കുന്നത് കേട്ടോ. ഓരോ വരിയും ശ്രദ്ധിക്കണം. ഭാവിയിൽ നിങ്ങൾക്ക് ആരായി തീരണം. ക്ലാസ് അധ്യാപകൻ ചോദ്യം കേട്ടു ഞങ്ങളൊന്ന് പഠിച്ചു. ആലോചിച്ചു പറഞ്ഞാൽ മതി. അദ്ദേഹം ഞങ്ങളെ സമാധാനിപ്പിച്ചു. പക്ഷേ ഞങ്ങൾ ആലോചിക്കുമ്പോഴേക്കും ബെല്ലടിച്ചു കഴിഞ്ഞു. അടുത്ത പീരീഡ് സയൻസ് ആണ്. ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്ന പീരീഡ്. ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ അധ്യാപകനെ കാത്തിരുന്നു. അന്ന് രാമേശ്വരൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് 13 വയസ്സാണ് പ്രായം. ഒരു പുഞ്ചിരിയോടെ ശിവസുബ്രഹ്മണ്യൻ സാർ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ പുഞ്ചിരി കത്തി. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾ മുന്നോട്ട് ആനിരുന്നു. എല്ലാവരുടെയും മുഖത്തു നോക്കി ISR ഒരിക്കൽ കൂടി പുഞ്ചിരിച്ചു. അദ്ദേഹം അന്നത്തെ ക്ലാസ് ആരംഭിച്ചത് ഒരു ചോദ്യത്തോടു കൂടിയായിരുന്നു. കുട്ടികളെ, നിങ്ങൾ ആകാശത്തു കൂടി പക്ഷികൾ പറക്കുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു. ശരി, എങ്കിൽ ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം പറയൂ. ഒരു ഭാഗത്തേക്ക് പറന്നു പോകുന്ന പക്ഷികൾ ദിശ മാറ്റി പറക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി. ഒരു ഭാഗത്തേക്ക് പോകുന്ന സൈക്കിൾ വളയ്ക്കണമെങ്കിൽ ഹാൻഡിൽ പിടിച്ച് തിരിച്ചാൽ മതി. കാറോ ബസ്സോ ആണെങ്കിൽ സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി. എന്നാൽ പക്ഷികൾ എങ്ങനെ ദിശ മാറ്റി പറക്കും? ആർക്കും ഉത്തരമില്ലായിരുന്നു. സുബ്രഹ്മണ്യൻ സാർ ഉടനെ ഒരു ചോക്ക് എടുത്ത് ബോർഡിനടുത്തേക്ക് പോയി. അദ്ദേഹം ബോർഡിൽ ഒരു പക്ഷിയുടെ ചിത്രം വരച്ചു. ഞങ്ങൾ കൗതുകത്തോടെ അത് നോക്കി നിന്നു. ചിത്രത്തിലെ പക്ഷികളുടെ ചിറകുകൾ, വാൽ, ഉടൽ എന്നിവ അദ്ദേഹം തൊട്ട് കാണിച്ചു തന്നു. അതിനുശേഷം പക്ഷികൾ എങ്ങനെയാണ് ദിശ മാറ്റുന്നത് എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. പക്ഷെ ആർക്കും അത് മനസ്സിലായില്ല. ISR അത് കൊണ്ടൊന്നും നിരാശയായില്ല. അദ്ദേഹം ഞങ്ങളെ കടപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടികൾ പൂഴിയിൽ ഓടിക്കളിക്കാൻ തുടങ്ങി. ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ പക്ഷികൾ ദിശ മാറ്റുന്നത് നോക്കൂ. ദിശ മാറുമ്പോൾ വാല് അതിനൊപ്പം ചിറകടിക്കുന്നതും. എന്താണ് മുഹമ്മദ് സിനാൻ? ഞാനിപ്പോൾ സ്ഥലം വരെ പോവാണ്. ക്ലാസ് ലീവ് അടിച്ചോട്ടെ. ഓക്കെ, എവിടെയാണ് പോകുന്നത്? ഈ ഒരു സ്ഥലം വരെ എന്ന് പറഞ്ഞാൽ എവിടെയാക്കടാ? പോവാണ്. അപ്പൊ നമ്മൾ ഈ കഥയിലെ കടൽ തീരത്ത് അധ്യാപകനൊപ്പം എത്തിയ കുട്ടികൾ ഓടിക്കളിക്കുന്നതിനിടയിൽ എന്ത് കണ്ട? ഒരു പക്ഷിയുടെ ചിറകടിയും ചലനങ്ങളും അവിടെ വെച്ച് അധ്യാപകൻ നൽകിയ ക്ലാസ്സുമാണ് ആരെ ഉയരങ്ങളിൽ പറക്കാനും റോക്കറ്റുകൾ നിർമ്മിക്കാനും കുട്ടിക്ക് പ്രചോദനമാറിയത്. ആർക്കാ? അബ്ദുൽ കലാമിന് അല്ലേ? ഓക്കെ, ഈ ഒരു ക്ലാസ് ആണ് ഉയരങ്ങളിൽ പറക്കാനും റോക്കറ്റിനെ കുറിച്ച് ചിന്തിക്കാനും ഒക്കെ അബ്ദുൽ കലാമിന് പ്രചോദനം നൽകി. അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ചില ക്ലാസ്സുകള്
ഭാവിയിലേക്കുള്ള വലിയ മുതൽക്കൂട്ടായിരിക്കും അല്ലെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ, എല്ലാ ക്ലാസ്സുകളും മിസ് ചെയ്യാതെ കാണണം. കാരണം നിങ്ങൾക്ക് എവിടുന്നാണ് ക്ലാസ്, ഇപ്പൊ കടൽ തീരത്ത് നിന്ന് കിട്ടിയ ഒരു ക്ലാസ് ആണ് അബ്ദുൽ കലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും ഉപകരിച്ചത് അല്ലെ. അദ്ദേഹം ഇത്ര വലിയ ആളായത് അതല്ല. അപ്പൊ അതേപോലെ നിങ്ങൾക്കും ഏത് ക്ലാസ്സാണ് ഉപകരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരുടെ ക്ലാസ്സും കൃത്യമായി കാണും അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരാൾക്ക് കൂടെ വായിക്കാലോ. കുറച്ച് ആരാ വായിക്കുന്ന നേരത്തെ? ജുവൽ ജുവൽ വായിപ്പിക്കാം ഞാൻ എല്ലാവരും. ജുവൽ. ഞങ്ങൾ ശ്രദ്ധയോടെ നോക്കി നിന്നു. പക്ഷികൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് പറക്കാൻ എവിടെയാ മോള് വായിക്കുന്നേ? അതല്ല വായിക്കണ്ടേ, നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ ഫസ്റ്റ് മുതൽ. ഭാവിയിൽ നിങ്ങൾക്ക് ആരായി തീരണം? ക്ലാസ് അധ്യാപകന്റെ ചോദ്യം കേട്ട് ഞങ്ങൾ ഒന്ന് പകച്ചു. ആലോചിച്ച് പറഞ്ഞാൽ മതി. അദ്ദേഹം ഞങ്ങളെ സമാധാനിപ്പിച്ചു. പക്ഷെ ഞങ്ങൾ ആലോചിക്കുമ്പോഴേക്കും ബെല്ലടിച്ചു കഴിഞ്ഞിരുന്നു. അടുത്ത പീരീഡ് സയൻസ് ആണ്. ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്ന പീരീഡ്. ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ അധ്യാപകനെ കാത്തിരുന്നു. അന്ന് രാമേശ്വരം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് 13 വയസ്സാണ് പ്രായം. ഓക്കെ മോളെ, നെക്സ്റ്റ് ഋഷികേശ്. എവിടെ ഇപ്പൊ നിർത്തിയേ? എവിടെ നിർത്തി ഋഷികേശ്? വായിച്ചേ. എവിടെയാണ് ഋഷികേശ് നിർത്തിയത്? തുടങ്ങിയേ. നിങ്ങൾ വായിക്കുമ്പോ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല അല്ലെ. ഓക്കെ, ഋഷികേശ് സ്റ്റാർട്ട് ചെയ്തു. മനസ്സിൽ ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തി. എല്ലാരും എഴുന്നേറ്റു നിന്നു. ഞങ്ങൾ മുന്നോട്ട് ആഞ്ഞിരുന്നു. എല്ലാവരുടെയും മുഖത്തു നോക്കി ISR ഒരിക്കൽ കൂടി പുഞ്ചിരിച്ചു. അദ്ദേഹം അന്നത്തെ ക്ലാസ് ആരംഭിച്ചു. ഒരു കൂടിയായിരുന്നു. കുട്ടികളെ, നിങ്ങൾ ആകാശത്തു കൂടി പക്ഷികൾ പറക്കുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു. ശരി, എങ്കിൽ ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം പറയൂ. ഒരു ഭാഗത്തേക്കു പറക്കുന്ന പക്ഷികൾ ദിശ മാറ്റി പറക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ മുഖത്തോടു മുഖം നോക്കി. ഒരു ഭാഗത്തേക്ക് പറക്കുന്ന സൈക്കിൾ വളയ്ക്കണമെങ്കിൽ ഹാൻഡിൽ പിടിച്ചു തിരിച്ചാൽ മതി. കാറോ ബസ്സോ ആണെങ്കിൽ സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി. എന്നാൽ പക്ഷികൾ എങ്ങനെ ദിശ മാറ്റി പറക്കും? ഹിബ ഫാത്തിമ, ഋഷികേശ് വായിച്ചത് മുതൽ അങ്ങോട്ട് വായിച്ചേ. ഋഷികേശ് വായിച്ചു നിർത്തിയെടുത്ത് മുതൽ. ആര്? എറിക്കാണ്. ഓക്കെ, എറിക്ക പറഞ്ഞല്ലേ. ഹിബ വായിച്ചോ. അൺമ്യൂട്ട് ചെയ്ത് പ്ലീസ്. അൺമ്യൂട്ട് ഹിബ. ഹിബ പ്ലീസ് അൺമ്യൂട്ട്. ക്യാൻ യു ഹിയർ മീ? നിങ്ങൾ വായിക്കുമ്പോ ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. ഞാൻ ഇടയിൽ നിന്ന് ആയിരിക്കും ഇനി വായിക്കാൻ പറയും. ഹിബ അൺമ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. ഹിബ അൺമ്യൂട്ട് ചെയ്യാൻ വായിക്കുന്നില്ല. പ്ലീസ് അൺമ്യൂട്ട് ഹിബ. ആവുന്നെല്ലാം ഉണ്ട്. നീ ഒന്ന് പ്രസ് ചെയ്ത് നോക്കി അവിടെ. അൺമ്യൂട്ട് ചെയ്യാത്ത അവിടെ. നെക്സ്റ്റ് അഫ്ലു, അല്ല എറിക്ക് വായിച്ചോ. അതിനുശേഷം അഫ്ലു. ഹിബ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റായികയില്ല കേട്ടോ അത്. എറിക്. എറിക് പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് റീഡ് മോനെ. അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ആർക്കും ഉത്തരമില്ലായിരുന്നു. സുബ്രഹ്മണ്യൻ സാർ ഉടനെ ഒരു ചോക്ക് എടുത്ത് ബോർഡിനടുത്തേക്ക് പോയി.
അദ്ദേഹം ബോർഡിൽ ഒരു പക്ഷിയുടെ ചിത്രം വരച്ചു. ഞങ്ങൾ കൗതുകത്തോടെ അത് നോക്കി നിന്നു. ചിത്രത്തിലെ പക്ഷിയുടെ ചിറകുകൾ, വാലുകൾ, വാൽ, ചിറകുകൾ, വാൽ, ഉടൽ അദ്ദേഹം എന്നിവ അദ്ദേഹം തൊട്ടു കാണിച്ചു തന്നു. അതിനുശേഷം പക്ഷികൾ എങ്ങനെയാണ് മാറ്റുന്നത് ദിശ മാറ്റുന്നത് എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. വിവരിക്കുക പറഞ്ഞാൽ വിശദമായി പറയും. പക്ഷേ ആർക്കും അത് മനസ്സിലായില്ല. അയ്യൽ സാർ അതുകൊണ്ടൊന്നും നിരാശനായില്ല. അദ്ദേഹം ഞങ്ങളെ കടപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടികൾ പൂഴിയിൽ ഓടിക്കളിക്കാൻ തുടങ്ങി. ആകാശത്തേക്ക് വിരൽ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു, ആ പക്ഷികൾ ദിശ മാറ്റുന്നത് നോക്കൂ. ദിശ മാറുമ്പോൾ വാലു ചരിക്കുന്നതും അതിനൊപ്പം ചിറകടിക്കുന്നതും. ഓക്കെ. മുഹമ്മദ് അഹ്മദിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുടാ. എന്നിട്ട് ഞാൻ ടെസ്റ്റേനെ വായിപ്പിക്കാനുണ്ട്, കുറെ പ്രാവശ്യം വായിക്കാനുണ്ട്. ഓക്കെ, അപ്പന് പുസ്തകമുണ്ടോ? ഓക്കെ. വെളിച്ചം. ഭാവിയിൽ നിങ്ങൾക്ക് ആരായിത്തീരണം? ക്ലാസ് അധ്യാപകരന്റെ ചോദ്യം കേട്ടു ഞങ്ങളൊന്ന് പകച്ചു. ആലോചിച്ചു പറഞ്ഞാൽ മതി. അദ്ദേഹം ഞങ്ങളെ സമാധാനിപ്പിച്ചു. പക്ഷേ ഞങ്ങൾ ആലോചിക്കുമ്പോഴേക്കും ബെല്ലടിച്ചു കഴിഞ്ഞു. അടുത്ത പീരീഡ് സയൻസ് ആണ്. ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്ന പീരീഡ്. ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ അധ്യാപകനെ കാത്തിരുന്നു. അന്ന് രാമേശ്വരം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് 13 വയസ്സാണ്. 13 വയസ്സാണ് പ്രായം. ഓക്കെ മോനെ. നെക്സ്റ്റ് ആൻഷി. സുബ്രഹ്മണ്യൻ സാർ ക്ലാസ് കടന്നു വന്നു. ഞങ്ങളുടെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ പുഞ്ചിരി കത്തി. എല്ലാവരും നിന്നു. ഞങ്ങൾ മുമ്പോട്ട് ആഞ്ഞിരുന്നു. എല്ലാവരുടെയും മുഖത്തു നോക്കി ISR ഒരിക്കൽ കൂടി പുഞ്ചിരിച്ചു. അദ്ദേഹം അന്നത്തെ ക്ലാസ് ആരംഭിച്ചത് ഒരു ചോദ്യത്തോട് കൂടിയായിരുന്നു. കുട്ടികളെ, ആകാശത്തു കൂടി പക്ഷികൾ പറക്കുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു. ശരി, എങ്കിൽ ഒരു ചോദ്യത്തിനു കൂടി ഉത്തരം പറയൂ. മുഹമ്മദ് റാസി. അൻഷി വായിച്ചിട്ട് തുടങ്ങിയേ. ശ്രദ്ധിച്ചില്ല? ഇതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞ എല്ലാവരും ഒരു ഭാഗത്തേക്ക് പറന്നു പോകുന്ന ഇത് ഇവിടെ ശ്രദ്ധിക്കണം. നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല നിങ്ങള്. ഒരു ഭാഗത്തേക്ക് പറന്നു പോകുന്ന പക്ഷികൾ. 1 മിനിറ്റേ ഉള്ളൂ മോളേനെ.
ഒരു ഭാഗം ക്ലാസ് കട്ടാവാൻ സാധ്യതയുണ്ട് മക്കളെ. മിസ് നാളെ എക്സാം. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടില്ല കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതണം മക്കള്.